നീ മിണ്ടിപ്പോരുത്. എനിക്ക് സംസാരിക്കാനുള്ളത് നിന്റെ അച്ഛനോടും നിന്റെ അമ്മയോടും. എന്താ ചെയ്യാ നിന്റെ പ്രശ്നം? നീ ഇങ്ങനെ രാത്രിയില് വീടിന് മുന്നിൽ വന്ന് ബഹളം ഉണ്ടാക്കിയ കേൾക്കുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും? അയ്യേ, ഈ നാട്ടിലുള്ളതല്ല, ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം ജയൻ സത്യസന്ധനും സൽസ്വഭാവിയാണ്. ഈ വീട്ടിൽ ഒരു ലോട്ടറി അടിച്ചിട്ട് ഈ ജയന് ഒരു ചില്ലി കാശ് തരാത്തത് മോശമായി. മോശം എന്ന് പറഞ്ഞ മോശം 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 മോശം. എന്ത് ലോട്ടറി? എന്തടിച്ചെന്നാ നീ പറയണേ? അഭിനയം. ഈ വീട്ടിലുള്ള മന്ത്രിയുടെ മോളേന്ന് കുറെ കാശ് കിട്ടിയിട്ട് എനിക്കൊരു ചില്ലി കാശ് തരാത്തത് തന്നോ നിങ്ങള്? പോയാ? എടാ, നീ ഇവിടെ നിന്ന് പിച്ചും പേയും പറയാതെ കേറി വാടാ. ഇല്ല, എന്റെ വീതം കിട്ടാതെ ഞാൻ വരില്ല. പ്രിയ, നീ ഇവിടെ പിടിച്ചേ. ഇവര് കൊടുക്കേണ്ട വീതം ഞാൻ കൊടുക്കാം. മുണ്ടിൽ ചവിട്ടി പിടിക്കൽ അഴിയും. ഈ വാതിലാടെ അവിടെ കൊണ്ടുവച്ച് എന്തായി കാണിക്കുന്നത്? എന്താ ചേട്ടാ ഇത്? ഈ കോലത്തില് ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ പറയൂടി, എനിക്കും കൂടെ അവകാശപ്പെട്ട വീടായത്. എനിക്ക് തോന്നുമ്പോ ഞാൻ ഇവിടെ കയറി വരും, തോന്നുമ്പോ ഞാൻ ഇവിടെ ഇറങ്ങി പോകും. ഇവര് ഞാനിന്നും വേണുട്ടാ, വേണ്ട, ഞാനല്ലേ പറയുന്നേ. രഞ്ജേട്ടൻ ഈ ചെയ്യുന്നത് തീരെ ശരിയല്ല കേട്ടോ. എന്നെ തെറ്റി ശരി പഠിപ്പിക്കാനേ എനിക്ക് എന്റെ ഭാര്യയുണ്ട്, ഭാര്യയുടെ അനിയുണ്ട്, ഭാര്യയുടെ അമ്മ അച്ഛനും ഉണ്ട്. മന്ത്രിയുടെ മോളെ ഭരണമൊക്കെ അങ്ങ് മന്ത്രിയുടെ വീട്ടിൽ മതി കേട്ടാ. അച്ഛൻ നാട് ഭരിക്കുന്ന ആളാണെന്ന് കരുതി എന്നെ ഉപദേശിക്കാൻ വന്നുണ്ടല്ലോ എന്റെ സൂക്ഷിച്ച് സംസാരിക്കണം. ഭാര്യയെ പറഞ്ഞപ്പോ ഭർത്താവിന്റെ പൊള്ളി. അളിയ, ഇനി അളിയൻ വാ തുറന്ന അളിയന്റെ വായിൽ ഞാൻ പുളിവെള്ളം കലക്കി ഒഴിക്കും. അയ്യോ, എന്റെ പൊന്നും മോനെ ചതിക്കരുത്. അടിച്ചതൊക്കെ വെറുതെ പോവും. അളിയൻ ഇനി ഒരു അക്ഷരം മിണ്ടൂല, സത്യം. അച്ഛൻ ഇന്നലെ എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്ത്? ഹൃതിക മേഡത്തിന്റെയും അളിയന്റെയും കല്യാണ കാര്യം. എന്തു പറഞ്ഞു? വാസ്തവത്തില് നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ നടന്നെന്തൊക്കെയാണെന്ന് അച്ഛൻ അറിയാം. ചേട്ടൻ എന്താ ഈ പറയുന്ന? അതായത് എല്ലാം വേണുങ്ങളുടെ അറിയായിരുന്നു അല്ലേ? നിങ്ങൾ രണ്ടാളുടെയും വിവാഹം ശരിക്കും നടത്തി. രാജു ഹൃതിക മാഡത്തെ ഉപേക്ഷിക്കാത്ത വിധം രാജുവിനെ ഒന്ന് പൂട്ടാൻ അച്ഛനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പ്ലാൻ? അതൊക്കെ പറയാം. അങ്കിളെ, അച്ഛന് സുഖമില്ലാതായിപ്പോ കൃത്യസമയത്ത് അങ്കിളെ സഹായിച്ച അതിനെങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അങ്കിള് തന്ന 1,00,000 രൂപ എനിക്ക് കുറച്ച് സമയം തന്ന കഴിയുന്നത്ര വേഗത്തില് ഞാനത് തിരിച്ചു തരാം. അത് ഞാനും വേണു തമ്മിലുള്ള ഇടപാടല്ലേ. രാജു അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയും ബുദ്ധിമുട്ടുകയും ഒന്നും വേണ്ട. എന്റെ സുഹൃത്തിന്റെ മകനെന്ന് വെച്ചാൽ എന്റെ മകന്റെ അതേ സ്ഥാനമാണ്. ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ രാജുവിനോടൊരു കാര്യം ആവശ്യപ്പെടാനാണ് ഞാൻ വന്നത്. രാമകൃഷ്ണൻ ചേട്ടാ. ആ കേട്ടോ രാധമേ, എന്റെ മക്കളൊക്കെ വിദേശത്താണെന്ന് അറിയാലോ. അറിയാം. അപ്പോ മൂത്തവന്റെ ദുബായിലെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വിശ്വസ്തനായ ഒരാളെ വേണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. രാമകൃഷ്ണൻ രാജുവിന്റെ കാര്യം മകനോട് പറഞ്ഞു.
രാജുവിന് രാമകനും മരുവനും നന്നായിട്ട് അറിയാം. നിനക്കറിയില്ലടാ മനുവിന്? ആ അറിയാം. പിന്നെ രാജുവിനെ ദുബായിലേക്ക് അയക്കാമെന്ന് ഞാൻ മകന് വാക്ക് കൊടുത്തു. ദുബായിയോ? ക്ഷമിക്കണം, നിങ്ങളോടുള്ള സ്വാതന്ത്ര്യം മുതലെടുത്തു എന്ന് വിചാരിക്കരുത്. വെറുതെ ഒരു മേൽനോട്ടക്കാരനായി, തുച്ഛമായ ഒരു ശമ്പളക്കാരനായിട്ടല്ല അവൻ രാജുവിനെ ദുബായിലേക്ക് ക്ഷണിക്കുന്നത്. 1.5 ലക്ഷം രൂപ മാസ ശമ്പളവും താമസവും മറ്റ് ചിലവുകളും അവൻ നോക്കാൻ തയ്യാറാ. ഈശ്വര, അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ രാജു. അതേളിയാ, മാസ ചെലവും പോയിട്ട് ഇത്രയും വലിയ സാലറി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ? അതെ. ആ അല്ല, പക്ഷെ ഞാനങ്ങനെ ഒരു ജോലിയെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. മാത്രമല്ല ഈ ഇലക്ഷൻ സമയത്ത് വർമ്മ സാറിനെ ഉപേക്ഷിച്ച് രാജു, അതൊക്കെ അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനൊരു അവസരം ഉണ്ടായിട്ട് രാജു അത് നിരസിച്ചു എന്നറിഞ്ഞ അച്ഛന് ദേഷ്യാവും. വേണു, ഞാൻ മകൻ ഈ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോ വിവാഹം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഫാമിലിയായി വന്നു നിന്ന് ജോലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോ നിങ്ങളോടൊന്നും അനുവാദം ചോദിക്കാതെ രാജു വരുമെന്ന് ഉറപ്പ് പറഞ്ഞുപോയി. ഇനി ഞാൻ എങ്ങനെ അവനോട് വാക്ക് മാറ്റി പറയും? ഫാമിലി ആയിട്ടോ? എന്താ ചെയ്തൊക്കെ? ഒരത്യാവശ്യ സമയത്ത് എന്റെ ആരോഗ്യനില മോശമായപ്പോ ആശുപത്രിയിൽ നേരിട്ട് വന്ന് സഹായിച്ച ആളാ രാമകൃഷ്ണൻ. ആ രാമകൃഷ്ണൻ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ നീ അത് സമ്മതിക്കുന്നു ഞാൻ കരുതിയിടാ. അച്ഛാ, എടോ, ഇവിടെ ഞാൻ കാരണം നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ ഒരു പിണക്കം വേണ്ട. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കെ. മനുവിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. രാമകൃഷ്ണൻ ചേട്ടാ, അങ്ങനെ പിണങ്ങല്ലേ. രാജു, ഒന്നീ ഒന്ന്. എന്താ